അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ റോമാ സാമ്രാജ്യത്തിലെ ഒരു രാജാവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, താങ്കളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അതിന് അദ്ദേഹം നൽകിയ മറുപടി, പുറത്തുള്ള ശത്രുക്കളല്ല, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്. ഇത് ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിലും ഏറെ പ്രസക്തമാണ്. കാരണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പോരാട്ടം പുറത്തുള്ളവരോടല്ല, സ്വന്തം നഫ്സിനോടും ദേഹേച്ഛകളോടുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞത്, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് നാം മടങ്ങി വന്നിട്ടുള്ളത്. അതിനർത്ഥം മനുഷ്യൻ്റെ നഫ്സുമായുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രയാസകരമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുള്ള ദേഹേച്ഛകളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്ത് ആൽ ഇംറാൻ 14-ാമത്തെ ആയത്താണിത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഷഹവാത്ത് ഇല്ലാതാക്കണമെന്ന് അല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ പ്രകൃതിയാണെന്നും പക്ഷേ അത് നിയന്ത്രണത്തിലാകണമെന്നും ആണ്. വിശപ്പ് ഒരു ദേഹേച്ഛയാണ്, എന്നാൽ ഹലാലായ ഭക്ഷണം കഴിക്കണം. ധനം സമ്പാദിക്കാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ്, എന്നാൽ പലിശയിലൂടെയോ വഞ്ചനയിലൂടെയോ ആവരുത്. സ്നേഹിക്കാനുള്ള വികാരം സ്വാഭാവികമാണ്, എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച പരിധിക്കുള്ളിൽ മാത്രമാവണം. ഇന്ന് സമൂഹത്തിൽ പലരും ഇബാദത്തുകൾ ചെയ്യുകയും അതോടൊപ്പം ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്യുന്നു. നിസ്കരിക്കും, പക്ഷേ കണ്ണുകൾ ഹറാമിലേക്ക് സഞ്ചരിക്കും. ഖുർആൻ ഓതും, പക്ഷേ നാവ് ഗീബത്തിലും നുണയിലും മുഴുകും. നോമ്പനുഷ്ഠിക്കും, പക്ഷേ ഹൃദയം അഹങ്കാരവും അസൂയയും കൊണ്ട് നിറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി വഹുഫ്ഫത്തിൻ നാർ ബിശ്ശഹവാത്ത്. സ്വർഗം പ്രയാസങ്ങളെ കൊണ്ടും നരകം ദഹേച്ഛകളെ കൊണ്ടുമാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. എളുപ്പമുള്ള വഴികൾ പലപ്പോഴും അപകടത്തിലേക്കായിരിക്കും നയിക്കുക. പ്രയാസമുള്ള വഴികളാണ് പലപ്പോഴും സ്വർഗത്തിലേക്കുള്ളത്. മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ തജിദു ഹലാവത്തൽ ഇബാദതി ഹത്താ തജഅല ബൈനക വബൈന ശഹവാതി സദ്ദ. നിങ്ങളും നിങ്ങളുടെ ദേഹേച്ഛകളും തമ്മിൽ ശക്തമായ ഒരു അണക്കെട്ട്, അതിനിടയിൽ ഒരു അണക്കെട്ട്, ഒരു സദ് നിർമ്മിക്കാത്തിടത്തോളം കാലം ഇബാദത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാനാവില്ല. എത്ര മനോഹരമായ ഉപദേശമാണിത്! ഒരു അണക്കെട്ട് ഇല്ലെങ്കിൽ വെള്ളം ഗ്രാമങ്ങളെ മുക്കും. അതുപോലെ നിയന്ത്രണമില്ലാത്ത ദേഹേച്ഛകൾ മനുഷ്യൻ്റെ ഈമാൻ മുക്കിക്കളയും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നഫ്സ് ഒരു കുതിരയെ പോലെയാണ്. കടിഞ്ഞാൺ ഇല്ലെങ്കിൽ അത് മനുഷ്യനെ കുഴിയിലേക്ക് തള്ളും, നിയന്ത്രിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയാണ് പലരുടെയും ദേഹേച്ഛകൾക്ക് ഇന്ധനമാകുന്നത്. ഒരു വീഡിയോ, ഒരു ചിത്രം, ഒരു സന്ദേശം, ഒരു നിമിഷം മതി മനുഷ്യൻ്റെ ഹൃദയം മലിനമാക്കാൻ. അതിനാൽ കണ്ണിനെയും കാതിനെയും നാവിനെയും ഹൃദയത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുകയും തൻ്റെ മനസ്സിന് ദേഹേച്ഛകളിൽ നിന്ന് തടയുകയും ചെയ്തവന് തീർച്ചയായും സ്വർഗമാണ് അഭയസ്ഥാനം. സൂറത്തു നാസിയാത്ത് 40-41 ആയത്തുകളാണിത്. പ്രിയമുള്ളവരെ, ഇബാദത്തിൻ്റെ യഥാർത്ഥ മാധുര്യം അനുഭവിക്കണമെങ്കിൽ ദേഹേച്ഛകൾക്ക് ഇല്ല എന്ന് പറയാൻ പഠിക്കണം. ഹറാമിലേക്ക് വിളിക്കുന്ന കണ്ണിനോട് ഇല്ല, ഗീബത്തിലേക്ക് വിളിക്കുന്ന നാവിനോട് ഇല്ല, അനുസരണക്കേടിലേക്ക് വിളിക്കുന്ന മനസ്സിനോട് ഇല്ല. അപ്പോൾ മാത്രമേ സുജൂദിലെ കണ്ണുനീരും ഖുർആൻ പാരായണത്തിൻ്റെ മാധുര്യവും ദുആയുടെ ആനന്ദവും ഹൃദയത്തിൽ നിറയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ ദേഹേച്ഛകളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവനനുസരിക്കുന്ന ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.